ഹലോ എവ്രി വൺ. എറണാകുളം ടു കോഴിക്കോട് ഒരു 1 ഡേ ട്രിപ്പ്. ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 6:30 കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ എടുത്ത് കോഴിക്കോട്ടേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കവർ ചെയ്യാൻ വിചാരിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. എന്നാലും ടൈം കൊണ്ട് പറ്റുമെന്ന് ഡൗട്ടുണ്ട്. പക്ഷെ എല്ലാം ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി. ഒരു 10:30 ആയപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സരോവരം ബയോ പാർക്കിലേക്ക് പോവാൻ നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് എടുത്തു. ഇതൊക്കെ സ്ട്രെയിറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെയുണ്ട് കേട്ടോ. അവർ നമ്മളതാ ഈ കാണുന്ന പുതിയ സ്റ്റാൻഡിൽ സ്റ്റോപ്പിൽ കൊണ്ടുവന്നിറക്കി. നല്ല റഷാണ് കോഴിക്കോട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോ എടുത്തു. ഒരു ഓട്ടോ എടുത്ത് പതുക്കെ ആ ടൗണിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മൾ സരോവരം ബയോ പാർക്കിലേക്ക് ഉള്ള യാത്രയിലാണ്. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സരോവരം ബയോ പാർക്ക് ഡെസ്റ്റിനേഷൻ ഇതൊക്കെയാണ് അവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്ന കാഴ്ചകൾ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള, കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഷുള്ള ടൗൺ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടൗണിൽ നിന്നൊക്കെ മാറി ഫുൾ പച്ചപ്പും ഹരിതാപയുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അവിടെ നമ്മൾ ആദ്യം കണ്ടത് ഈ ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഈ ഓപ്പൺ എയർ തിയേറ്ററിന്റെ ആൾക്കാർ ഇരിക്കുന്ന ചവിട്ടുപടികളിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത്ര ഒരു വലിയ ആൽമരം. പിന്നെ ഇതാണ് അതിന്റെ ഓപ്പൺ സ്റ്റേജ്. മുള കൊണ്ട് ബാക്കിൽ കെട്ടിയിട്ടുള്ള ഒരു വലിയ ഓപ്പൺ സ്റ്റേജും കുറെ അധികം ആൾക്കാരെ ഒറ്റയടിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പൺ എയർ തിയേറ്റർ ആണ്. നമുക്ക് വളരെ നന്നായിട്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഈ ഓപ്പൺ എയർ തിയേറ്ററിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ആണ്. അതിന്റെ സൈഡിലൂടെ നമ്മൾ പാർക്കിനകത്തേക്ക് നടന്നു പോവാണ്. നമ്മളൊരു കാടിന്റെ അകത്തേക്കൂടെയുള്ള യാത്രയാണ് കംപ്ലീറ്റ്. അതിൻ്റെ ഇടയിൽ ഓരോ സ്പോട്ടുകൾ അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ബയോ പാർക്കിന് അകത്തൂടെ, ഇതിനകത്ത് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് കുറെ നേരം അവിടെ ഇരിക്കാം. ചെറിയ ചെറിയ മണ്ഡപങ്ങള്, അങ്ങനെ മൊത്തം നേച്ചറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഈ ഒരു മണ്ഡപം. സംഭവം പൊടിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു. എന്നാലും നമ്മൾ കുറച്ചു നേരം അതിനകത്തൊക്കെ ഇരുന്ന് നടന്ന് ക്ഷീണിച്ചതിന്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റി കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കാണുന്ന മണ്ഡപം. ഇതുപോലെ പല സ്ഥലത്തായി ചെറുതും വലുതുമായ മണ്ഡപങ്ങളാണ് ഈ സരോവരം ബയോ പാർക്കിലുള്ളത്. പിന്നെ കണ്ടതാണ് ഈ മിയാവാക്കി ഫോറസ്റ്റ്. എന്താണ് മിയാവാക്കി ഫോറസ്റ്റ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുമായിരുന്നു. ഒരു ജാപ്പനീസ് സ്ത്രീ മിയാവാക്കി കണ്ടുപിടിച്ചത് ഒരു ഫോറസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ചെറിയ സ്ഥലങ്ങളിൽ വരെ മരം നട്ട് വളർത്താമെന്നുള്ള കോൺസെപ്റ്റ് ആണ്. അത്ര തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ സരോവരത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറെ പെയിന്റിങ്സും ആർട്ട് ഗാലറീസും ആന്റിക് എക്സിബിഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ചെറിയ സ്ട്രീറ്റ്. ഞങ്ങൾ അവിടെ ആദ്യം കയറിയത് ഈ ആർട്ട് ഗാലറിയിലാണ്, ആത്മ ആർട്ട് ഗാലറി. കാണുമ്പോൾ നല്ല എസ്തെറ്റിക് ആർട്ടിസ്റ്റിക് ഫീൽ ഉണ്ട്. ഞാനത് കോസ്റ്റ്ലി ആയിരിക്കും, എൻട്രി പ്രൈസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചെങ്കിലും ഇത് ടോട്ടലി ഫ്രീ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കയറി. ഇത്രയും വെയിലത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആർട്ട് ഗാലറിയുടെ അകത്ത് കയറിയപ്പോൾ കിട്ടിയൊരു ആശ്വാസം.
അതുപോലെ തന്നെ ഇവിടെ ചെറിയ റാക്കിൽ അവിടെ സെയിലിന് വെച്ചിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പേര് വന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറി, ആത്മ ആർട്ട് സ്റ്റുഡിയോ എന്നാണത്. പിന്നെ അതിനുശേഷം ഗുജറാത്ത് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലുള്ള വർണ്ണങ്ങളാണ്, ചിത്രങ്ങളാണ്, ആന്റിക് കഫേസ് ആണ്. നിങ്ങൾ വേറൊരു കഫേയാണ് ഗുദാം ആന്റിക്സ് കഫേ. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കഫേയാണ്. പണ്ടത്തെ ഒരു വിന്റേജ് ഫുൾ വൈബ് അങ്ങനത്തെയാണ്. അങ്ങനെ ഗുദാം ആന്റിക് കഫേ എന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഈ ഒരു എക്സിബിഷൻ കാണാനാണ്. പക്ഷെ ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചെറിയ ബോർഡ് അല്ലാതെ വേറെ ആൾക്കാർ കയറുന്നതോ വരുന്നതോ ഒന്നും നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വളരെ ഡൗട്ട് അടിച്ചാണ് കയറിപ്പോയത്. ഇതൊരു അപ്സ്റ്റേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെർത്ത് ദ ട്രൈ എന്ന് പറയില്ലേ, അത്രയധികം ആന്റിക് കളക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇതുവരെ കാണാത്ത കുറേ പണ്ടത്തെ ടേപ്പ് റെക്കോർഡറുകൾ, പലതരത്തിലുള്ള ക്യാമറാസ്, പിന്നെ എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സ്, കാസറ്റുകള്, അങ്ങനെ തൊട്ട് കണ്ണാടികൾ, അങ്ങനെ എല്ലാം. ശരിക്കും ഒരു എൻ്റയർ വെർത്ത് ദ ട്രൈ ആയിട്ടുള്ള ഒരു ആന്റിക് ഷോപ്പും അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ആയിരുന്നത്. ഇവിടെ അവർ സ്റ്റോക്ക് ഒക്കെ എടുത്ത് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരത് എത്തിച്ചു തരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലോട്ടാണ്. സമയം 1:30. നല്ല വിശപ്പും കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നല്ല തിരക്കും. ഞങ്ങൾ കിട്ടിയൊരു ടേബിളിന്റെ സൈഡിൽ ഇരിക്കുകയാണ് ചെയ്തത്. അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹോട്ടലിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫുഡിന്റെ വീഡിയോ എടുത്തു. ഞങ്ങൾ ട്രൈ ചെയ്തത് ബീഫ് ദം ബിരിയാണിയാണ്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് കടുക്ക ബിരിയാണിയാണ്. കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫില്ലിങ്സ് വരുന്നത് കക്കിറച്ചിയാണ്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഗീ റൈസും ബീഫ് സ്റ്റൂ ആണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് സാലഡും പുതിന ചട്നിയും അച്ചാറും ഉണ്ടായിരുന്നു. പ്ലെയിൻ റൈസ് ആണ്, ഫില്ലിങ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ്, അധികം മസാലകളൊന്നുമില്ല. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. നല്ല വെയിലുള്ളൊരു ദിവസം, അതുപോലെ തന്നെ നല്ല തിരക്കും. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി ഞങ്ങൾ ഈ മിഠായി തെരുവിൻ്റെ എൻട്രൻസ് തൊട്ട് എൻഡ് വരെ ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. അതിനകത്തുള്ള എല്ലാ ഷോപ്പിലും എല്ലാത്തിനും റേറ്റ് കുറവല്ല. മിഠായി തെരുവിൽ എല്ലാത്തിനും ഷോപ്പുകളുണ്ട്, പക്ഷേ അതിൽ തന്നെ ചില ഷോപ്പുകളിൽ മാത്രമാണ് നല്ല റേറ്റ് കുറവും അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകളും സെയിലുകളൊക്കെ ഉള്ളൂ. അല്ലാതെ നോർമൽ പ്രൈസ് ടാഗിങ്ങിൽ ഉള്ള ഷോപ്പുകളും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കുക, അതിൽ സെയിലുകൾ നടക്കുന്ന ഷോപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ കയറുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഷോപ്പിലും കയറും, പക്ഷെ നമ്മുടെ ടൈമും പോവും, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടത്തുമില്ല. അങ്ങനെ റിഡക്ഷനും സെയിലൊക്കെ നടക്കുന്ന ഷോപ്പുകളൊക്കെ നോക്കി കയറി ആവശ്യമുള്ള സാധനങ്ങളും കോഴിക്കോടൻ ഹലുവയൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നല്ല മഴ കിട്ടി. പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ ഞങ്ങളുടെ കോഴിക്കോട് ബീച്ച് ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റാതെ പോകുന്ന ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ലക്കിലി മഴ മാറി സൂര്യൻ ബാക്ക് വന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് കോഴിക്കോട് ബീച്ചും കൂടെ ഞങ്ങളുടെ ഐറ്റ്നറിയിൽ നിന്ന് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. നമ്മുടെ SM സ്ട്രീറ്റിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ പോയി കോഴിക്കോട് ബീച്ചിലേക്ക്. ഈവനിങ് സൺസെറ്റ് ഒക്കെ കണ്ട് അവിടെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ പെയ്ത് മാറിയത് കൊണ്ട് അത്ര താഴ്ന്ന സൂര്യന് അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് എപ്പോഴും ലൈവാണ്, അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഇഷ്ടം പോലെ ആൾക്കാരാണ്. നല്ലൊരു ഇടിവെട്ടും പ്രതീക്ഷിക്കാത്തൊരു മഴ കഴിഞ്ഞിട്ടും കൂടി കോഴിക്കോട് ബീച്ചിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ തന്നെ നമുക്ക് പാരഗണിന്റെ ഒരു പുതിയ ഔട്ട്ലെറ്റും അതിന് താഴെ സ്റ്റാർബക്സിന്റെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. ഈവനിങ് സ്നാക്സിന് പറ്റിയ കോഴിക്കോടിൻ്റെ ഐസുരുതി, ഉപ്പിലിട്ടത്, അതെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ കാലൊക്കെ വെള്ളത്തിൽ നനച്ച് കുറച്ച് നേരം ആ കടലൊക്കെ നോക്കി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ട് ഞങ്ങളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഈവനിങ് ആയി. ഞങ്ങൾ പിന്നെ നോക്കുമ്പോഴേക്കും ലൈറ്റായി, ആളായി, കുട്ടികളായി.
കാരണം ബീച്ചിൽ തന്നെ നമുക്ക് ക്യാമൽ സഫാരിയും ബാക്കി റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ലൈറ്റപ്പ് ചെയ്ത് ഈവനിങ് കാണാൻ നല്ല രസമാണ്, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബീച്ചിന്റെ ഓപ്പോസിറ്റ് തന്നെ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ നടക്കുന്നുണ്ട്. അവിടെയാണ് ജയന്റ് വീലൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ബുക്ക് ഫെയർ എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് കാർ സിമുലേഷൻ റൈഡിങ്ങുകളുണ്ട്, അല്ലാതെ പിള്ളേർക്ക് പറ്റിയ ചെറിയ റൈഡ്സ് ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ലൈവായിട്ട് റോഡിന്റെ അപ്പുറത്തുണ്ട്. റോഡിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കോഴിക്കോട് ബീച്ചും അവിടുത്തെ റൈഡുകളും. ഐറ്റ്മറയിൽ കാണണം എന്ന് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ഡൗട്ട്ഫുൾ ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് നേരെ ബാക്ക് ടു എറണാകുളം.